കുളിച്ചൊരുങ്ങി പല്ലക്കിൽ സീതാദേവിയെ ശ്രീരാമൻ അടുത്തേക്ക് എത്തിക്കുന്നു. തങ്ങൾ യുദ്ധം ചെയ്തത് ആർക്കു വേണ്ടിയാണോ ആ വ്യക്തിയെ കാണാൻ വാനരന്മാർ തിക്കും തിരക്കും കൂട്ടി. എന്നാൽ വഴിയിൽ നിന്ന രാക്ഷസന്മാർ വാനരന്മാരെ പിടിച്ചു തള്ളി. ഇത് കണ്ട ശ്രീരാമന് വിഷമമായി. ശ്രീരാമൻ വിഭീഷണനോട് വാനരന്മാരെ ഉപദ്രവിക്കാൻ താൻ പറഞ്ഞില്ലല്ലോ എന്നും അവളെ കാണുന്നത് കൊണ്ട് എന്തു ഹാനിയാണ് ഉണ്ടാകുന്നതെന്നും അതുകൊണ്ടിനി പല്ലക്കു വേണ്ട, നടന്നു വന്നാൽ മതിയെന്നും മാതാവിനെ കാണുന്ന പോലെ മൈഥിലിയെ ചെന്ന് കാണട്ടെ എന്നും പറയുന്നു. എന്നാൽ എല്ലാം നേരത്തെ വിധിച്ചുറപ്പിച്ച ചില രംഗങ്ങൾ കൂടി നമ്മൾ രാമായണത്തിൽ കാണുകയാണ്. വന്യമണ്ഡലത്തിൽ ഒളിപ്പിച്ച സീതയെ സ്വീകരിച്ച് മായാസീതയെ അഗ്നിയിൽ ലയിപ്പിക്കാൻ ശ്രീരാമൻ പറയുന്നുണ്ട്. സീതയെ കണ്ടതും ശ്രീരാമൻ ദേഷ്യപ്പെടുകയാണുണ്ടായത്. ശ്രീരാമനിലെ മാറ്റം കണ്ടിട്ട് സീതാദേവി പറയുന്നുണ്ട്, ദയവായ അഗ്നിയെ ജ്വലിപ്പിക്കൂ. ഭർത്താവിനും മറ്റുള്ളവർക്കും വിശ്വാസം വരുത്തുവാൻ അഗ്നിയിൽ ചാടാൻ തനിക്കൊട്ടും ഭയമില്ലെന്നറിയിക്കുന്നു. ലക്ഷ്മണൻ അഗ്നികുണ്ഡം തയ്യാറാക്കി. ഭർത്താവിനെ അല്ലാതെ മറ്റാരെയെങ്കിലും ആഗ്രഹിച്ചുവെങ്കിൽ പരമാർത്ഥം അറിയിക്കുക എന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ട് അഗ്നിയിൽ പ്രവേശിക്കുന്നുണ്ട് സീതാദേവി. അഗ്നിദേവൻ മായാസീതയ്ക്കു പകരം സീതാദേവിയെ തിരികെ രാമനിങ്കൽ സമർപ്പിക്കുന്നു. ശേഷം ജീവഹാനിയുണ്ടായ വാനരന്മാർക്ക് ജീവനും അവർ ഭക്ഷിക്കുന്ന പഴങ്ങളും ജലം കുടിക്കുന്ന നദികളും അവർക്ക് മധുരമേകുന്നവയാകട്ടെ എന്ന് വാനരന്മാർക്ക് അനുഗ്രഹവും നൽകി ശ്രീരാമൻ.